ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ എന്ന് പറഞ്ഞ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കഅബ നിർമ്മിച്ചപ്പോ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. റബ്ബേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുവേ ഈ മക്കയെ നിർഭയ നാടാക്കണമേ എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഈ ലോകത്ത് നിയോഗിതനായത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എന്നാണ്. അന ദഅവത്തു അബീ ഇബ്രാഹിം, എന്റെ ഉപ്പ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയാണ് ഞാനെന്ന് മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, റബ്ബി ഹബ്ലി ഹുക്മാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ നീ എനിക്ക് വിജ്ഞാനം നൽകണമേ, എന്നെ സ്വാലിഹീങ്ങളിൽ നീ ഉൾപ്പെടുത്തണമേ. വജഅല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അല്ലാഹുവേ പിൽക്കാലക്കാർക്കിടയിൽ എനിക്ക് നീ സൽകീർത്തി നൽകണമേ. വജഅല്ലി മിൻ വറസതി ജന്നത്തിൻ നഈം. അല്ലാഹുവേ സ്വർഗ്ഗം നീ എനിക്ക് അനന്തരമാക്കി നൽകണമേ എന്ന് പറഞ്ഞ് വ്യത്യസ്ത വിഷയങ്ങളിൽ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്.